നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കർണാടകയിൽ സുപ്രധാന നീക്കം നടന്നിരിക്കുന്നു. പ്രബല വോട്ട് ബാങ്കായ വീരശൈവ ലിംഗായത്തുകൾ സ്വതന്ത്ര സ്വത്വം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. അഖിലേന്ത്യാ വീരശൈവ മഹാസഭയാണ് ഈ നീക്കത്തിന് പിന്നിലുള്ളത്. അടുത്ത സെൻസസ് മുതൽ മതകോളത്തിൽ ഹിന്ദു എന്നതിന് പകരമായി വീരശൈവരോ ലിംഗായത്തുകളോ ആയി രജിസ്റ്റർ ചെയ്യാനുള്ള അനുമതി വേണം എന്നാണ് നിലവിൽ ഇവർ സിദ്ധരാമയ്യ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, കണ്ഠരാജു കമ്മിറ്റിയുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ സെൻസസ് നിരസിച്ച മഹാസഭ ശാസ്ത്രീയമായ ഒരു സെൻസസ് നടത്തണമെന്ന ആവശ്യം കൂടി സർക്കാരിന് മുന്നിലേക്ക് വെക്കുന്നുണ്ട്. വൊക്കലിംഗ സമുദായം പുതിയ സെൻസസ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടതിന് തൊട്ട് പിന്നാലെയാണ് ലിംഗായത്തുകളും ജാതി സെൻസസിൽ പ്രശ്നമുയർത്തിക്കൊണ്ട് കർണാടകയിൽ രംഗത്തെത്തിയിരിക്കുന്നത്. ഡിസംബർ 24-ാം തീയതി ദാവൻഗരയിൽ നടന്ന കൺവെൻഷന്റെ അവസാന ദിവസമാണ് കോൺഗ്രസിന്റെ പ്രവർത്തകരും AIVM ചെയർമാനുമായ ഷാമനൂർ ശിങ്കരപ്പ ഈ ഒരു പ്രമേയം പാസാക്കിയത്. BJPയുടെ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ BS യെദ്യൂരപ്പയുടെ മകൾ മഹാസഭയിലെ പ്രധാനപ്പെട്ട ഭാരവാഹികളിൽ ഒരാൾ കൂടിയാണ്. അതായത് കോൺഗ്രസ് BJP അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറത്തേക്ക് കർണാടകയിലെ ജാതി സമവാക്യ പ്രശ്നങ്ങൾ നീളുകയാണ് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹിന്ദുക്കളിൽ നിന്നും വ്യത്യസ്തരായ അംഗങ്ങളെ തിരിച്ചറിയാനുള്ള തീരുമാനം സമുദായത്തിലെ യഥാർത്ഥ ജനസംഖ്യയെ വിലയിരുത്താനാണ് എന്നാണ് മഹാസഭയുടെ പ്രമേയം പറയുന്നത് എങ്കിൽ പോലും ഹിന്ദു മതം എന്ന ഒറ്റ ഐഡന്റിറ്റിയിൽ നിന്നും പുറത്തു പോകാൻ തന്നെയാണ് ഇവർ ലക്ഷ്യമിടുന്നത്. ഭാവിയിൽ വീരശൈവ ലിംഗായത്തുകൾ സമുദായത്തിന് പ്രത്യേക മത പദവി നേടാൻ സാധ്യതയുണ്ട് എന്നുകൂടി രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. സാമൂഹികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും സ്വാധീനമുള്ള ഈ സമൂഹം BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബാങ്കുകളിൽ ഒന്നാണ്. ഈ വിഷയത്തിൽ BJPയോ RSSോ അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിയായ യെദ്യൂരപ്പയോ നിലവിൽ നിലപാടൊന്നും അറിയിച്ചിട്ടുമില്ല. എന്തായാലും കർണാടകയെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. ഒരു വശത്ത് വൊക്കലിംഗരും മറുവശത്ത് ലിംഗായത്തുകളും ഇപ്പോൾ ഈ ജാതി സെൻസസിൽ വലിയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ വീരശൈവ ലിംഗായത്ത സമുദായം ഇത്തരത്തിൽ തങ്ങൾ ഇനി ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് താഴെയല്ല വരുന്നത്, തങ്ങൾ പ്രത്യേകമായി തന്നെ രജിസ്റ്റർ ചെയ്യും എന്നുള്ള ഒരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.